പാകിസ്ഥാന്റെ സഹകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമേരിക്ക എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു ഭാഗത്തു നിന്ന് പാകിസ്ഥാനെ പരസ്യമായി വിമർശിക്കുകയും മറുഭാഗത്തു നിന്ന് പാകിസ്ഥാനോട് സഹകരണം വെച്ച് പുലർത്തുന്ന അമേരിക്കയ്ക്കെതിരെ പല രീതിയിലുമുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. അമേരിക്കൻ ലോക്കോമോട്ടീവുകളുടെ വിൽപ്പനയിലും ധാതു പര്യവേക്ഷണത്തിലെ സഹകരണത്തിലും പങ്കാളിത്തം തേടുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിലുള്ള നിലവിലെ US ഭരണകൂടം പാകിസ്ഥാനെ സമീപിച്ചിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ സർക്കാരിന്റെ വൃത്തങ്ങൾ ഉന്നയിച്ച അവകാശവാദങ്ങളെ ഉദ്ധരിച്ച് ദി എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്തു. ഒക്ടോബറിൽ അന്താരാഷ്ട്ര നാണയനിധി വാർഷിക യോഗങ്ങൾക്കിടെ പാകിസ്ഥാൻ ധനമന്ത്രി മുഹമ്മദ് ഔറംഗസേബ് വാഷിംഗ്ടൺ സന്ദർശിച്ച വേളയിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നതായി ദി എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗതാഗത ധാതു മേഖലകളിലെ US താൽപര്യം വിലയിരുത്തുന്നതിനായി പാകിസ്ഥാൻ അധികാരികൾ ആഭ്യന്തര കൂടിയാലോചനകൾ നടത്തി. US പ്രസിഡന്റിന്റെ അന്താരാഷ്ട്ര സാമ്പത്തിക ബന്ധങ്ങൾക്കായുള്ള പ്രത്യേക സഹായി റെയ്മണ്ട് എമോറി കോക്സ്, US പ്രസിഡന്റിന്റെ പ്രത്യേക സഹായിയും ദക്ഷിണ മധ്യേഷ്യയുടെ സീനിയർ ഡയറക്ടറുമായ റിക്കി ഗിൽ എന്നിവരുൾപ്പെടെ പാകിസ്ഥാൻ ധനമന്ത്രി മുതിർന്ന US ഉദ്യോഗസ്ഥരുമായി നിരവധി കൂടിക്കാഴ്ചകൾ നടത്തിയതായി എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്തു. നേരത്തെ നൽകിയ ടെൻഡർ പ്രകാരം അമേരിക്കൻ ലോക്കോമോട്ടീവുകൾ വാങ്ങുന്നതിന് പാകിസ്ഥാന്റെ പിന്തുണ ഗിൽ യോഗങ്ങളിൽ അഭ്യർത്ഥിച്ചതായി വൃത്തങ്ങൾ അവകാശപ്പെട്ടു. പാകിസ്ഥാൻ മുൻപ് അമേരിക്കയിൽ നിന്നും 55 ലോക്കോമോട്ടീവുകൾ വാങ്ങിയിരുന്നു. എന്നിരുന്നാലും പാകിസ്ഥാൻ റെയിൽവേ നിലവിൽ പണലഭ്യതാ പരിമിതികൾ നേരിടുന്നുണ്ട്. കൂടാതെ നിലവിലുള്ള കപ്പലുകളുടെ അറ്റകുറ്റപ്പണികളെയും നവീകരണത്തെയും പ്രധാനമായും ആശ്രയിക്കുന്നുവെന്നും എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാനിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലും വിദൂര പ്രദേശങ്ങളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്നതിനുള്ള സ്റ്റാർലിങ്കിന്റെ ലൈസൻസ് അപേക്ഷയിൽ ഗിൽ അനുകൂലമായ പരിഗണന തേടിയതായി വൃത്തങ്ങൾ അവകാശപ്പെട്ടതായി റിപ്പോർട്ടുകൾ. അമേരിക്കൻ വാണിജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് പ്രസിഡന്റ് ട്രംപിന്റെ ഭരണകൂടത്തിന്റെ പ്രധാന മുൻഗണനയാണെന്ന് US ഉദ്യോഗസ്ഥർ പറഞ്ഞു. US കമ്പനികൾക്ക് തുല്യമായ ഒരു കളിക്കളത്തിന്റെ ആവശ്യകതയെ ഊന്നിപ്പറഞ്ഞായും റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നുണ്ട്. വ്യാപാര ധാരണ സുഗമമാക്കുന്നതിനായി 5% ഡിജിറ്റൽ സേവന നികുതി പിൻവലിക്കാനുള്ള പാകിസ്ഥാന്റെ തീരുമാനത്തെയും അവർ അഭിനന്ദിച്ചു. നിർണായക ധാതുക്കളിലെ സഹകരണം ഒരു പ്രധാന മുൻഗണനയായി US ഉദ്യോഗസ്ഥർ എടുത്തു കാണിച്ചതായി കൂടുതൽ സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നുണ്ട്. നിർണായക ധാതുക്കളിലെ ആഗോള നിക്ഷേപങ്ങൾക്കായി US കോൺഗ്രസ് $135 ബില്യൺ ഫണ്ട് സ്ഥാപിച്ചു. അതേസമയം ബലൂചിസ്ഥാനിലെ റെക്കോഡിക് മൈനിങ് കമ്പനിക്ക് US എക്സിം ബാങ്ക് $1.25 ബില്യൺ വായ്പ അംഗീകരിച്ചതായി ദി എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്തു. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബ്യൂറോ ഓഫ് ഇക്കണോമിക്, എനർജി, ബിസിനസ് അഫയേഴ്സിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ തോമസ് ലസ്റ്റൺ പാകിസ്ഥാന്റെ നിർണായക ധാതു മേഖലയിലുള്ള വാഷിംഗ്ടണിന്റെ താൽപര്യം മറ്റൊരു യോഗത്തിൽ ആവർത്തിക്കുകയും ചെയ്തു. വേർതിരിച്ചെടുക്കൽ വേഗത്തിലാക്കുന്നതിന് കരുതൽ ശേഖരണത്തിലും ഓഫ് ടേക്ക് കരാറുകളിലും സഹകരണം അദ്ദേഹം നിർദ്ദേശിച്ചു. കൂടാതെ കൃത്രിമ ബുദ്ധി ഒരു തന്ത്രപരമായ US മുൻഗണനയായിരിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര ധനകാര്യ അസിസ്റ്റന്റ് സ്റ്റേറ്റ് സെക്രട്ടറി റോബർട്ട് കപ്രോത്തുമായും ഔറംഗസേബ് കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹം പ്രാദേശിക സാമ്പത്തിക വികസനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും സ്വകാര്യ മേഖലയിലെ ഡിജിറ്റൽ ധനകാര്യ പരിഹാരങ്ങളിലും അതിർത്തി കടന്നുള്ള ഡിജിറ്റൽ ചട്ടക്കൂടുകളിലും അമേരിക്കയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെക്കുറിച്ചും വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.